നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം കേസിൽപ്പെട്ട് ജയിലിലായപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ള സൂചന വരുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കണമെന്ന ഒരു വിഭാഗം കോൺഗ്രസ്കാരടക്കം അദ്ദേഹത്തിന്റെ ആരാധകരടക്കം ആവശ്യപ്പെടുന്നുണ്ട്. വലിയ രീതിയിലേക്കുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വീണ്ടും മത്സരിക്കണോ? പീപ്പിൾസ് കേരള അഭിപ്രായ സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ആള് മത്സരിക്കണം എന്നാണ്. ആണോ? എന്തുകൊണ്ടാണ്? അയാൾ ഒരു നല്ലൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അയാളിനെ എപ്പോഴും ഒരു തെറ്റായ രീതിയിൽ മറ്റുള്ളവർ കാണുള്ളൂ. അതുകൊണ്ടാണ് അയാൾ മത്സരിക്കണം. ഇനി അയാൾ മത്സരിക്കാതിരിക്കാൻ നല്ലത്. ഇപ്രാവശ്യം അയാൾ മത്സരിക്കാതിരുന്ന നല്ലത് ആണ്. കാരണം നിന്നിട്ട് വെറുതെ തോൽക്കേണ്ട ആവശ്യമില്ല. വേണ്ട, അയാൾ ആർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. ഇപ്പോഴുള്ള സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് മത്സരിക്കണം. എന്തുകൊണ്ടാണ് മത്സരിക്കണം വെച്ചാൽ അയാൾ നല്ല ഹെൽപ്പാണ് എല്ലാവർക്കും. അതുകൊണ്ട് മത്സരിക്കണം. ഈ കേസ് പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും അയാളെ മോശമായി പെരുമാറിയില്ലല്ലോ. പെരുമാറാൻ നമ്മൾ സാഹചര്യം നിന്ന് കൊടുത്തതുകൊണ്ടാണല്ലോ അയാൾ പെരുമാറിയത്. തീർച്ചയായിട്ടും മത്സരിക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതൊരു കേസിൽ പെട്ട് അതിന്റെ ഒരു ഇത് വരട്ടെ, ക്ലാരിറ്റി വരട്ടെ. വേറെ ആൾക്കാരുണ്ടല്ലോ മത്സരിക്കാൻ. ആവശ്യമില്ല. എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം ഇപ്പൊ ഒരു കേസിൽ പെട്ടെടുക്കണല്ലോ. അപ്പൊ ഇനിയുള്ള ഇത് നോക്കിയിട്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് വേണം ഇനി മത്സരിക്കാൻ വേണ്ടി. ജനങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നിൽക്കുന്ന സ്ഥാനാർത്ഥികള് ഏത് തരത്തില് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങളുടെ കടമയാണ്. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഇനി വോട്ട് ചെയ്യേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും. പൊളിഷ ചോദ്യമാണല്ലോ. കുരിശ് ചോദ്യമല്ല, ചെറിയ ചോദ്യ. പാലക്കാടിന് വേണ്ട. വേണ്ട. അപ്പൊ എന്തുകൊണ്ടാണ് പാലക്കാട് വേണ്ട? ഇത്രയും കിംവദന്തികളും അതും ഇതും ഒക്കെ ഇല്ലേ? അയാൾ പാലക്കാട് മത്സരിക്കണ്ടേ? അയാളോട് നാട്ടിലെവിടേക്കും നോക്കട്ടെ. വേണ്ട. എന്താവശ്യം വേണ്ടല്ലോ. വേണ്ട. അയാളെന്തിനു മത്സരിക്കണേ? വേണ്ട. അയാൾ വീട്ടിലിരിക്കട്ടെ. വീട്ടിലിരിക്കട്ടെ. എന്തുകൊണ്ടാ? ഇതിപ്പോ അയാളെ കേസുകളൊക്കെ അറിയണ്ടല്ലോ. വേണ്ട. വേണം. അങ്ങൊരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങൊരു എല്ലാ മനുഷ്യനും ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് അസഭ്യമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ചിരിച്ചും കൊണ്ടുള്ള പെരുമാറ്റം തന്നെ നല്ലൊരു ഭാവിയാണ്. വീണ്ടും നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും മത്സരിക്കരുത്. പണി പാളിപ്പോയി. ഇനി മത്സരിക്കേണ്ട. നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. തീർച്ചയായിട്ടും. പണി പാളിപ്പോയി. നമ്മൾ വോട്ട് ചെയ്ത ആളാണ്. ഇനി വേണ്ട. അയാളിന്ന് എന്തിനാ സാറേ മത്സരിക്കുന്നത്? അതിന്റെ ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ട് ഇനി മത്സരിച്ച ജനങ്ങൾ വോട്ട് ചെയ്യുമോ? വേണ്ടെന്ന് പറയണേ. വേണ്ടാന്ന് തന്നെ ഞാനും പറയുന്നത്. എന്താ പറയാ, അത് ഇനി നിർത്തി കഴിഞ്ഞാൽ ആ നിർത്തിയ പാർട്ടിയും കൂടി ഇല്ലാണ്ടോ? രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്ന് താല്പര്യമില്ല. ഇല്ല. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വരണം എന്ന് പറഞ്ഞ ആളാണ് കുറച്ചു മുമ്പ്. തീർച്ചയായിട്ടും. ഇപ്പൊ വേണ്ടെന്ന് പറയും. ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പലിനെക്കാട് നമ്മൾ ഇഷ്ടപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ശക്തനായ ഒരു നേതാവിനെ ആയിരുന്നു. ഇപ്പൊ വേണ്ട. വ്യക്തിപരമായിട്ട് ഇപ്പൊ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് അത് ഇഷ്ടമില്ലാത്ത രീതി തന്നെയാണ്. മത്സരിക്കണം. അവനൊരാണാണെങ്കിൽ ഇവിടെ മത്സരിക്കണം. എന്നിട്ട് തോക്ക് ജയിക്കണത് ജനങ്ങളിൽ തീരുമാനിക്കേണ്ടത്. അതിലെന്റെ ശരി. മത്സരിക്കേണ്ട ആവശ്യം. മത്സരിക്കണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഒരു സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തില് രാഹുൽ മാങ്കൂട്ടം വളരെ മോശപ്പെട്ട രീതിയിൽ സ്ത്രീ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രൂപമാണ് ഉണ്ടായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവർക്കൊരു വിവാഹം അന്വേഷിച്ച് ഒരു കല്യാണം ആലോചിച്ച് വിവാഹമായിട്ട് ഒരു ജീവിതം പങ്കിടേണ്ടത് ആളാണ്. അവിടെ ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മൂപ്പര് നല്ല വിഷയം ഞങ്ങൾ വ്യക്തി കാണുന്നുള്ളൂ. നല്ല വിഷയമാണ്. പിന്നെ ബാക്കി മത്സരിക്കണോ വേണ്ടെന്നാ? മത്സരിച്ചോട്ടെ. കാരണം അതിപ്പോ നമ്മൾ എന്താ പറയാ, മത്സരത്തിന് ഇറങ്ങുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ? എനിക്കത് ആരുടെ മേലെ തെറ്റ് ആരുടെ മേലെ ശരി എന്നുള്ളത് നമുക്ക് അത്ര അറിയില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാണെന്ന് ഒരു തോന്നല്. മത്സരത്തിന് ഇറങ്ങട്ടെ എന്നാ പറയുന്നത്. ഇറങ്ങിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അയാള് നിന്ന് ജയിക്കും. പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷനില് മൂപ്പരെ പറ്റി ഒരു മോശമല്ല ഒരു ന്യൂസ് വന്നതുകൊണ്ട് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ് അയാള്. പക്ഷെ നിന്നാൽ ജയിക്കില്ലേ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിൽക്കാതിരിക്കാനാണ് ഉചിതം. മത്സരിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഇങ്ങനെയുള്ള വ്യക്തി സമൂഹത്തിൽ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വേണ്ട. തീരെ നിൽക്കാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടം. കോൺഗ്രസ് മൊത്തത്തിൽ ഇല്ലാണ്ടാവും. ആണോ? നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തല്ലേ? ആദ്യം സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ സപ്പോർട്ട് ഇല്ല. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നല്ലൊരാളാണ്. നമുക്ക് ഒരു തോന്നിയിട്ടില്ല. അപ്പൊ കേസും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ. വേണ്ട. ഇനി മത്സരിക്കണ്ട. വേണ്ട. എന്തുകൊണ്ടാ? ആള് ജയിലിലൊക്കെ പോയതല്ലേ? ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൊണ്ട് തെളിഞ്ഞല്ലേ? 14 ജയിലിലേക്ക് പോയത്. ഇനിയിപ്പോ അങ്ങനത്തെ ആൾ നിന്ന് കഴിഞ്ഞാൽ അത് മോശമല്ലേ?
മോശം വേണ്ട ഞങ്ങൾക്കത് ഒരു മോശമായിട്ട് വന്നു. ഞങ്ങളുടെ ഇവിടെ ഒരു MLA ഇങ്ങനെ ഒരു കേസിൽ പെട്ടപ്പോൾ അതിന് വീണ്ടും നിൽക്കുന്നത് അവരുടെ പാർട്ടി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ? എനിക്ക് വലിയ താല്പര്യമില്ല. മത്സരിക്കേണ്ട എന്നാണ് മത്സരിക്കണ്ട. എന്തുകൊണ്ടാണ് മത്സരിക്കണ്ട പറയുന്നത്? കാരണം ഇത്രയും വിവാദത്തിൽപ്പെട്ടിട്ട് വീണ്ടും ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ട് തോൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് അയാളുടെ കൈവയ്പ് ശരിയില്ല. മത്സരിക്കണ്ട. നല്ലൊരാളെ പറഞ്ഞ് നമുക്ക് മാങ്കൂടെ നിർത്തി മത്സരിപ്പിക്കാം. പക്ഷേ ആളുടെ കംപ്ലീറ്റ് കേരളം മുഴുവൻ അറിഞ്ഞില്ലേ അയാളുടെ കൈവയ്പ് ശരിയാത്തോണ്ടാണ്. ഇനി മത്സരിക്കണം. ആണോ? അയാള് കാര്യമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. കേസ് ഒന്നും പ്രശ്നമല്ല. മത്സരിക്കണം. അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്, അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടോ അതുപോലെ ഉത്തമമായിട്ടുള്ളൊരു ഡിസിഷൻ തീരുമാനം അയാൾ എടുക്കട്ടെ. അത്രേ ഉള്ളൂ. മാറി നിൽക്കട്ടെ. പുതിയ ആൾക്കാർ അതെ സപ്പോർട്ട് ചെയ്തതില്ല. ഞാൻ അന്ന് പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തു. അപ്പൊ തെളിവുണ്ടായതുകൊണ്ടുള്ള അറസ്റ്റ് ചെയ്തു. എല്ലാം അറസ്റ്റ് ചെയ്യാൻ മാറി നിൽക്കട്ടെ. കാരണം ഇങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ നമ്മുടെ MLA ആകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടം ഈ പ്രാവശ്യം എന്തായാലും മത്സരിക്കേണ്ട. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൈനസ് അയാളുടെ പേരിലുണ്ട്. പക്ഷെ അത് അയാളുടെ ഭാഗത്ത് പ്ലസ് ആണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അത് ഒരു മൈനസ് ആയിട്ടാണ് കാണുന്നത്. മത്സരിക്കണ്ട. നിക്കണ്ട അയാളുടെ സാക്ഷിക്ക് അയാളെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അതാണ് നല്ലത്. ഇതിപ്പോ അയാൾ നിൽക്കണ്ടെന്ന് എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് പിന്നെയും കോൺഗ്രസിന് കൊണ്ട് നിൽക്കുന്നത് അയാൾക്ക് ഒരു അഭിമാനത്തിന് ഇതാണ്. നിക്കണ്ട. എന്തുകൊണ്ടാണ് അവൻ നല്ല മനുഷ്യനാണ്. അവൻ തന്നെ. അപ്പൊ കേസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കേസോ അതൊക്കെ ഉണ്ടാക്കി വെച്ച കേസാണോ? പിന്നെന്താണ്? അപ്പൊ മത്സരിക്കണം എന്ന് പറയണേ. അവൻ മത്സരിക്കണം മുക്കാവുന്നതിനാവും. വേണ്ട, വെറുതെ ഒരാവശ്യമില്ല അയാൾ. കാരണം ഉള്ള അഭിമാനം പോവും. ഇപ്പൊ തൽക്കാലം അയാളുടെ പാട്ടിൽ പോകണം നല്ലത്. കാരണം ഇനി അയാള് പാവം മാനം കെടും. വെറുതെ എന്തിനാണ്? മനുഷ്യന്മാര് തെറ്റ് ചെയ്യാത്തൊന്നുമല്ല, പക്ഷെ തെറ്റ് ചെയ്തു പോയി അയാൾ പാവം. ഇനിയിപ്പോ അയാൾ നിൽക്കാതിരിക്കുന്ന നല്ലത്. കാരണം നല്ലതല്ല എന്നെ കേട്ട അയാളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട്. കാരണം കോൺഗ്രസിന്റെ അഭിമാനം വെറുതെ അതിനെ ചൊല്ലി അയാളെ മാനം കെടുത്തിക്കൊണ്ടേയിരിക്കും. മത്സരിക്കാം. കേസിൽപ്പെട്ട് ഉള്ളിൽ ജയിലിലായാലും കുഴപ്പമില്ല. നല്ല മനുഷ്യനാണ്. നല്ല ഉപകാരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചോദിച്ചാൽ അഭിപ്രായം പറയാനില്ല. എന്തുകൊണ്ടാ? ഇല്ല, പറയുമ്പോൾ പേഴ്സണൽ പറയാനില്ല. എന്താണ് മത്സരിക്കണോ വേണ്ടേ? എന്താ ഞാൻ പറയാ, ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടല്ലോ. ആ ദൗത്യം അവർ ചെയ്യട്ടെ. അല്ലാതെ ഞാനെന്താ, നിങ്ങൾ എന്താ മത്സരിക്കണോ വേണ്ടേ എന്നുള്ള എനിക്ക് അതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. മത്സരിക്കട്ടെ. എന്തുകൊണ്ടാ? ജയിലിൽ നിന്ന് ഇറങ്ങിയാലും പ്രശ്നമില്ല. അതെന്താണെന്ന് അറിയുന്നില്ലേ? കേസാണ് പറയുന്നൊന്നും അറിയുന്നില്ല. കോടതിയാണ്. എന്താണ് മത്സരിക്കണോ വേണ്ടേ? മത്സരിക്കട്ടെ, നോക്കാം. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? തീർച്ചയായും മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് നല്ലൊരു നേതാവല്ലേ അദ്ദേഹം. കേസിൽപ്പെട്ട് ഉള്ളിൽ കേസിലിപ്പോ ജാമ്യത്തിൽ വന്നല്ലോ. കേസ് തെളിഞ്ഞിട്ടില്ലല്ലോ. ഇനി മത്സരിക്കണോ? മത്സരിക്കട്ടെ. കേസ് പെട്ടത് പ്രശ്നമല്ല. എന്തുകൊണ്ടാ? ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല പറയുന്നത്? അതന്നെ അയാളെ പറ്റി കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനാണ് വോട്ട് ചെയ്തത്. അയാളെ ഭരണത്തിൽ വരികയും ചെയ്തു, MLA ആവുകയും ചെയ്തു. പക്ഷെ അയാളുടെ കയ്യിലിരിപ്പ് ശരിയില്ലാത്ത കാരണം ഇനി മത്സരിക്കണോ? ഇനി മത്സരിക്കണ്ട. അയാൾ മത്സരിച്ച് ജയിക്കുന്ന എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അയാളുടെ ഇതുണ്ടല്ലോ ഇവിടെ. ആണ്. ജയിലിൽ പോയത് പ്രശ്നമല്ല. ജയിലിൽ പോയാലും പ്രശ്നമില്ല. അയാൾ മത്സരിക്കാനേ പറ്റില്ല. ഇനി മത്സരിക്കാനേ പറ്റില്ല. പരാതി ഒരാളല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, 3 ആളാണ്. നേരത്തെ ഇതേമാതിരി ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നത് അന്ന് പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ അയാൾക്ക് അനുകൂലമായി പറഞ്ഞു. ഇപ്പൊ പറയാണ് അങ്ങനെ ഒരാൾ ഇവിടെ മത്സരിക്കാനേ പറ്റില്ല. പാലക്കാട് മത്സരിക്കാൻ വന്നാൽ പാലക്കാട് ജനത തന്നെ അയാളെ തൂത്തെറിയും. മത്സരിക്കണോ പറഞ്ഞാ ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ അയാൾ കുറ്റക്കാരനല്ലേ. പിന്നെ ഇപ്പൊ അയാൾ മത്സരിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അന്ന് നിങ്ങൾ ജയിക്കണം എന്നാ പറഞ്ഞേ. അയാൾ ജയിക്കണം എന്ന് മാത്രമല്ല, ഇന്ന് ആരും അയാൾ ചെയ്തതായിട്ടുള്ള പ്രതിയൊന്നും കാണാനില്ലല്ലോ. അവിടെ നിന്ന് ആരും വന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. മത്സരിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? വോട്ട് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഷാഫിയുടെ പേര് കൂടെ പോയി കിട്ടും. പാർട്ടി തീരുമാനിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം മത്സരിക്കണോ വേണ്ടതില്ല? ഇല്ല, അദ്ദേഹത്തെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. അപ്പൊ പിന്നെ ഇനി സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വരുമല്ലോ. ഇനി മത്സരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ മത്സരിക്കണമെന്നാണോ മത്സരിക്കണ്ടെന്നോ? അല്ല, അദ്ദേഹത്തിന് മത്സരിക്കാൻ സ്വതന്ത്രമായിട്ടല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ.
അതിപ്പോ ഒരു അഭിപ്രായം ഇല്ല. മത്സരിക്കാം. മത്സരിക്കാന്നാ? എന്തുകൊണ്ടാ മത്സരിക്കാന്ന് പറയാ? എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. വേണ്ടാന്ന്? എന്തുകൊണ്ടാ വേണ്ട പറയണത്? അല്ല അതിപ്പോ എല്ലാരും ന്യൂസിലൊക്കെ എല്ലാരും പറയണത് വേണ്ടാന്നാ നിങ്ങൾ പറയുന്നത്? വേണ്ട. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയണത്? രാഹുൽ മാങ്കൂട്ടം പണ്ട് ചെയ്തതിന് വെറുതെ കുത്തിപ്പോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മത്സരിക്കണം എന്ന് പറയണത്? ആളുടെ തെറ്റുകളെ കുറിച്ച് അറിയില്ല. ആള് നല്ലൊരു വ്യക്തിയാണ്. മത്സരിച്ചാൽ എന്തായാലും ഭൂരിപക്ഷത്തോടെ ജയിക്കുകയൊക്കെ ചെയ്യും. മത്സരിക്കണം എന്നാ പറയണത്? തീർച്ചയായിട്ടും. ഇനി മത്സരിക്കണോ എന്ന് ചോദിച്ചാൽ മത്സരിക്കണല്ലോ. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? മത്സരിക്കണം എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ അങ്ങനെ ചെയ്തെന്ന് കംപ്ലീറ്റ് തെളിവുകളും എല്ലാം സമ്പൂർണ്ണമായിട്ടില്ലല്ലോ, ആയിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. മത്സരിക്കണം എന്ന് പറയുന്നത് കേസ് ഒരു പ്രശ്നമല്ല എന്നാ പറയുന്നത്? കേസ് ഒരു പ്രശ്നമല്ല എന്ന് ചോദിച്ചാൽ കേസ് പ്രശ്നമാണ്. കേസിന്റെ പാട്ടിൽ പോവും. അങ്ങനെ മത്സരിക്കണം എന്ന് പറയുന്നത് അത് അവരുടെ രാഷ്ട്രീയത്തെ പുറത്തു. നിങ്ങളുടെ ആവശ്യത്തിന് മത്സരിക്കണം എന്ന് പറയാം. വേണ്ടിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആര് വേണാലും മത്സരിക്കുക. അതുകൊണ്ട് വിജയിച്ചാൽ നല്ലത് ചെയ്യണം മാത്രമേ ജനങ്ങൾ. അല്ല, കേസുകളൊന്നും പ്രശ്നമല്ല എന്ന് പറയാം. കേസുകളുടെ അത് ഒറിജിനൽ ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അപ്പൊ മത്സരിക്കൽ എങ്ങനെയാ? മത്സരം വേണ്ടിട്ട് അവരുടെ തീരുമാനങ്ങൾ അത് നമുക്കൊന്നും. പിന്നെ മത്സരിക്കണല്ലോ, അയാൾ മത്സരിച്ചല്ലേ കാര്യം നടക്കോ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങളുടെ അയൽവാസിയാണ് അയാൾ താമസം. കേസ് പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? കേസ് പ്രശ്നമാണോ? അതൊക്കെ വിട്ടുപോയതില്ല, അയാള് ജാമ്യത്തിൽ ഇറങ്ങിയില്ല, പിന്നെന്താണ്? മത്സരിച്ചാലും കുഴപ്പമില്ല. കേസ് കേസ് പ്രശ്നമല്ല. കേസ് നമുക്ക് പ്രശ്നമല്ല. കേസ് നമുക്ക് പ്രശ്നമല്ല. മത്സരിക്കണം എന്നാ പറയുന്നത്? മത്സരിക്കണം. അതൊരു പാർട്ടികൾ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ മത്സരിക്കണോ വേണ്ട? ജനങ്ങളുടെ പരത്തില്ല, ഒരു പാർട്ടി തീരുമാനിക്കണത്. ഇനി നിർത്തണോ വേണ്ടതുള്ള ഒരു പാർട്ടികൾ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിൽക്കണോ? നിങ്ങളുടെ അഭിപ്രായം നിൽക്കണോ? അതൊക്കെ അവരുടെ താല്പര്യം. പക്ഷേ പാർട്ടിന്റെ താല്പര്യം വേണ്ട, നമ്മള് ജയിപ്പിച്ചു വിട്ട ഒരാളായിരുന്നു. ഇനി ഇപ്പൊ എന്തായാലും അവര് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങള്. മത്സരിക്കണ്ട? വേണ്ട. മത്സരിക്കണം. എന്തുകൊണ്ടാ? അല്ല, ജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നല്ലൊരു നേതാവായിട്ട് വരും എന്നുള്ള. അല്ല, അദ്ദേഹത്തിനെതിരെ ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം പ്രശ്നമല്ല ആണോ? അല്ലേ? അല്ല, നിരപരാധിയായ കാരണം തെളിയിക്കപ്പെട്ടല്ലോ നിരപരാധിയാണെന്ന്. അല്ല, തെളിയിക്കപ്പെട്ടില്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, ജാമ്യം കിട്ടിയിട്ടുള്ളൂ. നല്ല മനസ്സിലുള്ള ആളാണെങ്കിൽ ഇനി തുടരാൻ പോകുന്നതാണ് നല്ലത്. ആണോ? ശിക്ഷിച്ചു കഴിഞ്ഞാൽ മത്സരിക്കണ്ട. അല്ലാതെ കേസ് തെളിയിക്കണല്ലോ. അതെ, തെളിയിക്കുന്നവരാണ് പ്രതിയല്ലല്ലോ. മത്സരിക്കാന്നാ പറയുന്നത്? മത്സരിക്കാം. ഈ ആ പെണ്ണ് ഏതാന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അവര് മത്സരിക്കാന്നാ പറയുന്നത് നിങ്ങൾ? മത്സരിക്കേണ്ട ആവശ്യമാണ്. മത്സരിക്കാൻ ആവശ്യമാണോ? എന്താ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ മത്സരിക്കണോ വേണ്ടേ? ഏത് രാഹുൽ മാങ്കൂട്ടത്തില്? എനിക്കറിയില്ല. എന്തുകൊണ്ടാ അറിയാത്തെ? നമ്മളതിന് രാഷ്ട്രീയത്തിലേക്കൊന്നും ഇല്ല. മത്സരിച്ചോട്ടെ. ആളുകൾ പലതും പറയില്ല. മത്സരിക്കണം നല്ലതല്ലേ? നല്ല യുവാവല്ലേ? ആളുകൾ പലതും പറയും. അതൊക്കെ എല്ലാതും കാര്യമാക്കണം. മത്സരിക്കണം നല്ലത്. മത്സരിക്കേണ്ട ആവശ്യം ഇനി ഇല്ല തോന്നുന്നു. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്രയും ഇപ്പൊ സ്ത്രീ പീഡന കേസ് അതൊക്കെ അതുകൊണ്ടാണ് കൂടുതലും വേണ്ടെന്ന് പറയണേ. വേണ്ട, അതാ നല്ലത്. മത്സരിച്ചോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ നല്ലൊരു നേതാവാണ്. അത് രാഷ്ട്രീയ ഇടങ്കോലിട്ടിട്ട് അവനെ കുടുക്കിയിരിക്കുകയാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മത്സരിക്കണം എന്ന് പറയണേ? മത്സരിച്ചോട്ടെ, നല്ല തന്നെയല്ലേ? ഈ പീഡന പരാതി അല്ലെങ്കിൽ അത് അത്ര കേസ്, അത് ജയിൽ, ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ എന്താ കാര്യം സത്യമായിട്ട് നമുക്ക് അറിയില്ലല്ലോ, ആളുടെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും ആൾക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മത്സരിച്ചോട്ടെ. ജയിക്കുവോ? ജയിക്കായിരിക്കും. അത് ഇന്ന് മത്സരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാ? അതിനിപ്പോ കേസുകളൊക്കെ വന്നില്ലേ. അതെ, മത്സരിക്കേണ്ടത് തന്നെ യൂത്ത് കോൺഗ്രസും പറയണ്ടല്ലോ. മത്സരിക്കണ്ടെന്ന് പറയാം. ഇനി വേണ്ട. എന്തുകൊണ്ടാ ഇനി വേണ്ട പറയണേ? പ്രത്യേക പറയാനൊന്നുമില്ലല്ലോ, എല്ലാം അറിയല്ലോ. പണിയായി പോയി. അതെ, നമുക്കൊന്നും അറിയില്ല. മിണ്ടാതിരിക്കുവാണല്ലേ? മിണ്ടാണ്ടിരിക്കല്ല. അവർ രാഷ്ട്രീയത്തിൽ അവരുടെ കുഴപ്പം, നമുക്കൊന്നും. അല്ല, മത്സരിക്കണോ ഇനി? മത്സരിക്കണോ? അത് ജനങ്ങളുടെ തീരുമാനം. ഞാൻ എന്താ പറയാ, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇല്ല, അയാൾ സ്വയം മാറി നിൽക്കണം. അയാൾക്ക് നല്ലത്. വേണ്ട, മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? കോൺഗ്രസിന് നഷ്ടമായി വരും. വേണ്ട, നല്ല നഷ്ടമായി വരും. വേണ്ട. വേറെ ആൾക്കാർ മത്സരിക്കണ്ടെന്നാണ് തീരുമാനം തോന്നുന്നു. ആണോ? മത്സരിക്കണ്ട. അത്രയും ചീത്തപ്പേരായ സ്ഥിതിക്ക് ഇനി മത്സരിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. ആണോ? നമുക്കിനി ഒരു പുതിയ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നാണ് മനസ്സിലൊരു ആഗ്രഹം. രാഹുൽ മത്സരിക്കണ്ട? വേണ്ട എന്നുള്ള അഭിപ്രായം. വേണ്ടെന്നോ? എന്തുകൊണ്ടാ വേണ്ട പറയണേ? ഇപ്പൊ തന്നെ ജീവിതത്തിലെ എല്ലാവർക്കും ബുദ്ധിമുട്ടിലാണ്. ആണോ? വേണ്ട. മത്സരിച്ചോട്ടെ. നല്ലതാണ്. ആണോ? എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? നല്ലതല്ല, മത്സരിക്കട്ടെ.
അല്ല, എന്റെ അഭിപ്രായത്തിൽ മത്സരിക്കാൻ പാടില്ല, നിന്നാ ജയിക്കാനും പാടില്ല. ആണോ? മത്സരിക്കാൻ പാടില്ല, നിന്നാ ജയിക്കാനും പാടില്ല. ആണ്. അങ്ങനെയാ? പിന്നെ പാർട്ടിന്റെ തീരുമാനമാണ്. പാർട്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അല്ലല്ല, അത് കുഴപ്പമില്ല, മൂപ്പര് മത്സരിച്ചോട്ടെ. മത്സരിച്ചോട്ടെ എന്നതുകൊണ്ട് പറയണേ. ജനാധിപത്യ രാജ്യമല്ലേ, ആർക്കൂടി മത്സരിക്കാമല്ലോ. അപ്പൊ കേസും പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല. അതിനെ കുറിച്ച് എനിക്കറിയില്ല. മത്സരിക്കാൻ അയാളുടെ താല്പര്യം മത്സരിച്ചോട്ടെ, അത്ര തന്നെ. ആള് മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല. എന്തുകൊണ്ടാ? ചെറിയ എത്തിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ആള് അത് വേണ്ട എന്നാണ്. മത്സരിക്കണം തന്നെയാണ്. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? ആള് നല്ലൊരു വ്യക്തിയാണ്. ഇത് ഇങ്ങനെ ഒരു സംഭവമായി, അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരിക്കണം തന്നെയാണ്. നിൽക്കാതിരിക്കാൻ ഏറ്റവും ഭംഗി. നിൽക്കാതിരിക്കാൻ എന്തുകൊണ്ടാ ഭംഗി ഇപ്പോഴത്തെ പ്രശ്നം കാരണം നിൽക്കണ്ടെന്ന് എന്റെ അഭിപ്രായം. കാഴ്ചപ്പാടില് വേണമെന്ന് തോന്നുന്നു. വേണമെന്നോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എനിക്ക് അത്ര ചെറിയ പറഞ്ഞു കേൾക്കുമ്പോൾ ആള് കുഴപ്പമൊന്നുമില്ല. അയാളുടെ മേലെ ഇപ്പൊ കോടതി പറയുമ്പോൾ കേസ് ഒരു ആ രീതിയിലാണ് പോയത്. അയാളുടെ മേലെ ഒരു കംപ്ലൈന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ വേണമെന്ന് പറയണേ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? മത്സരിക്കുന്ന ആള് നല്ലൊരു വ്യക്തിയാണ്. കേസൊക്കെ അപ്പൊ പ്രശ്നമില്ലാന്നാണ് പറയുന്നത്? അല്ല, നല്ലൊരു വ്യക്തിയാണ്, അത് മാത്രമേ നമ്മള് മത്സരിക്കണം എന്ന് പറയണേ. തൽക്കാലം വേണ്ട. തൽക്കാലം വേണ്ട. എന്തുകൊണ്ട് തൽക്കാലം വേണ്ട പറയണേ? എത്ര ആരോപണം വന്ന സ്ഥിതിക്ക് ഇനി വന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. വേണ്ട. വേണ്ട. പൊതുവേ മറ്റുള്ള ജനങ്ങളെ എന്ത് പറയുന്നു ആ അഭിപ്രായം എനിക്കുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്. മനസ്സിലായി. കൂടുതൽ എങ്ങനെയാന്നുള്ളത് അതേമാതിരി. അല്ല, മത്സരിക്കണോ? പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. മത്സരിക്കണോ വേണ്ടേ? മത്സരിക്കണോ ചോദിച്ചാൽ എനിക്കങ്ങനെ സ്വന്തം അഭിപ്രായം ഇല്ല. കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ പറഞ്ഞാൽ പൊതുവെ ജനങ്ങളെ എന്ത് പറയുന്ന ആ അഭിപ്രായമാണ്. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാ? അത് അവരുടെ താല്പര്യല്ലേ. കേസ് ഇത്തരം പ്രശ്നം അതൊരു വഴിക്ക് പോകും. ഉറപ്പാണ്. തീരെ മത്സരിക്കണ്ട. എന്തുകൊണ്ടാ പറഞ്ഞ പെണ്ണ് കേസുകൾ പെട്ട ആളല്ലേ. വേണ്ട. മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? വേണ്ട, ആള് വേണ്ട. നല്ല മനുഷ്യന് വേറെ വേണ്ട. നല്ല മനുഷ്യന് അതുകൊണ്ട് വേണ്ട. മത്സരിക്കാം, പക്ഷെ ആളുടെ പോക്ക് ശരിയല്ലല്ലോ. അതുകൊണ്ട് അഭിപ്രായത്തിൽ വേണോ വേണ്ടേ? വേണ്ടെന്നുള്ളതാണ് അഭിപ്രായം. വേണ്ട. ഞാനെന്താ പറയാ, നിങ്ങൾ എന്താ പറയാ? ഞാൻ ചോദിച്ച ഒരു ചോദ്യം, മത്സരിക്കണോ? രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാം. എന്തുകൊണ്ടാ? മത്സരിക്കാൻ വിലക്കുകളൊന്നും ഇല്ലല്ലോ. മത്സരിക്കാം. ജയവും തോൽവിയും അറിയില്ല. മത്സരിക്കാൻ വിലക്കുകളില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട്, കേസ് ഉണ്ടായതുകൊണ്ടാ. വേണ്ട. മത്സരിക്കാം, തെറ്റൊന്നുമില്ല. എങ്കിൽ തെറ്റൊന്നുമില്ല പറയുമ്പോ എന്താണ് പ്രശ്നം? മത്സരിച്ചാൽ വിജയം പ്രതീക്ഷയ്ക്ക് എത്രമാത്രം കിട്ടും എന്നുള്ളത് അതിനെ പറ്റി അറിയില്ല. എങ്കിലും മത്സരിക്കാം. എന്തുകൊണ്ടാ മത്സരിക്കാന്ന് പറയുന്നത്? മത്സരിക്കാൻ നല്ല ഒരു കുറ്റം അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ പീഡനത്തിന്റെ പരാതിയും പ്രശ്നങ്ങളൊക്കെ അല്ലേ. അങ്ങനെ പലരും തരണം ചെയ്തിട്ട് വീണ്ടും വിജയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. വേണ്ട. എന്തുകൊണ്ടാ വേണ്ട പറയണേ? എന്തിനാണ് പെൺപാമ്പിന് നമുക്ക് എന്തിനാണ്? വേണ്ട. മൂപ്പർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. നമുക്ക് അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്തോട്ടെന്ന് പറയുന്നത്? അല്ല, മത്സരിച്ചോട്ടെ. ആണല്ലേ? മത്സരിക്കോട്ടെ. മത്സരിക്കണം പറയണേ? മത്സരിച്ചോട്ടെ. ഓക്കെ. ശരിയാണെന്ന് ചെയ്യണവർക്ക് മൂപ്പർക്ക് വോട്ട് ചെയ്യും. അത് തെറ്റാണെന്ന് ചെയ്ത് അറിയുന്ന ആൾക്കാർക്ക് അത് വോട്ട് ചെയ്യില്ല. മത്സരിക്കണം എന്നാ നിങ്ങളെ അഭിപ്രായം? മത്സരിച്ചോട്ടെ. പെൺപാണികൾ അതൊക്കെ കഴിയട്ടെ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂപ്പര് അതന്നെ തെളിയിക്കട്ടെ. എന്നിട്ട് MP ആയിട്ട് പോക്കട്ടെ. മത്സരിക്കാതിരിക്കുന്നത് നല്ലത്. അതോ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാ പറഞ്ഞാൽ അയാൾ ഇപ്പൊ 2-3 കേസിലൊക്കെ പെട്ട് കിടക്കല്ലേ. വേണ്ട. കുറച്ച് ഇമേജ് കുറയുന്നു മാത്രം. വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. ഇനി മത്സരിക്കണ്ട. വേണ്ട. എന്തുകൊണ്ടാ? എല്ലാ അയാളെ പേരൊക്കെ പോയില്ലേ. മത്സരിക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണ്ടെന്നാണ്. മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? ജനങ്ങളെ വിശ്വാസം പോയി. വേണ്ട. ജനങ്ങളെ വിശ്വാസം, അത് വിധി വരട്ടെ, വരുന്നതോ വരാത്തതോ വേറെ വിഷയം. പക്ഷെ ഇപ്പൊ നിലവിൽ ജനങ്ങളുടെ മനസ്സിനകത്തൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. പൊതുവെ ഇനി ഒരു മത്സരിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ്. പൊതുപ്രവർത്തന നിലയിൽ ഇത്തരം ഒരു മാതൃകയായി കണ്ട ആള് ഇങ്ങനെ ഒരു റിമാർക്ക് കിട്ടിയപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. വേണ്ട എന്നാണ്. ആളെ കുറ്റവിമുക്തനാണെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഈ കേസുള്ള ആളാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിൽ നിൽക്കാൻ പറ്റും. അപ്പൊ നിൽക്കണ്ടെന്നാ പറയുന്നത്? കേസ് ഉണ്ടായതുകൊണ്ട്. കേസ് അയാൾ ജയിച്ചിട്ട് വന്ന ആൾക്ക് നിൽക്കാലോ. അല്ലെങ്കിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്കല്ലേ അതിന്റെ ഇത് ക്ഷീണം. വേണ്ടാന്ന് പറയണേ? വേണ്ടതാ. ഇല്ല, നിൽക്കട്ടെ. മൂപ്പർക്ക് കേസിൽ നിന്ന് റിലീവായിട്ട് വരികയാണെങ്കിൽ മൂപ്പര് നിന്നോട്ടെ. കേസിൽ നിന്ന് ഒഴിവായിട്ട് വരികയാണെങ്കിൽ. അല്ലെങ്കിൽ നിൽക്കണ്ടെന്നാ? അല്ലെങ്കിൽ നിൽക്കായിക്കില്ലേ, അയോഗ്യതയാക്കുമല്ല. കേസ് ഉണ്ടെങ്കിൽ അയോഗ്യതയാണല്ലോ. വേണമെന്നാണ് വേണ്ടതാണ്? ഇല്ല, വേണം. മൂപ്പര് നിന്നോട്ടെ, കുഴപ്പമില്ല. കേസ് പ്രശ്നമല്ല. ഇല്ല, നമുക്കത് ഒപ്പീനിയൻ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA മത്സരിക്കണ്ടെന്ന് ഉദ്ദേശിക്കുന്നു. മത്സരിക്കണ്ട? അതെന്താ മത്സരിക്കണ്ട പറയണേ? ഇത്രയും പേര് ദോഷം വന്നതുകൊണ്ട് വേണ്ട.
ഇല്ല 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 വേണ്ട. എന്തുകൊണ്ടാ? വേണ്ട വേണ്ട ഞാൻ രാഷ്ട്രീയത്തിലില്ല. ഇല്ല. മത്സരിക്കണ്ട. മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? ഒന്നുമില്ല, ഇതൊരു അവസ്ഥ തന്നെയല്ലേ. അവസ്ഥയാണ്. ഓക്കെ, മത്സരിക്കണ്ട. മത്സരിക്കണ്ട. എന്തുകൊണ്ടാ മത്സരിക്കണ്ട പറയുന്നത്? എന്താ ചോദിച്ചാൽ അവന് ഒരു നാളെ പണിയായി പോയി. പരിപാടിയായി പോയില്ലേ. ഓക്കെ, ഓക്കെ. സാർ ഞാനൊന്നും പറയില്ല. ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാ പറയാത്തെ? ഒന്നുമില്ല, എനിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട അങ്ങനെ കാര്യങ്ങൾ ഞാൻ പറയില്ല. ശ്രദ്ധിക്കാറില്ല. മത്സരിച്ച് നോക്കാന്ന് മാത്രം. ആ. അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാ? മത്സരിക്കാം. മത്സരം ആർക്ക് വേണമെങ്കിലും നോക്കാലോ. മത്സരിക്കാന്നാ പറയണേ. മത്സരിക്കാം. ഇപ്പോഴത്തെ നിലയ്ക്ക് മത്സരിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്നൊരു സംശയമുണ്ട്. ബുദ്ധിമുട്ടാവോ? അതെന്താ അങ്ങനെ പറയണേ? ഇപ്പോഴത്തെ ഓരോ ആരോപണങ്ങളും കാര്യങ്ങളും അതൊന്നും ഒരു തീർച്ചയല്ലാതെ കിടക്കുകയാണ്. ആണ് മത്സരിക്കണ്ട. മത്സരിക്കണമെന്നോ പറയാനുള്ള അധികാരം നമുക്കില്ല. പക്ഷേ ചിലപ്പോൾ അത് ദോഷമാവുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും പുള്ളിനെ മത്സരിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടാ മത്സരിക്കാതിരിക്കാൻ നല്ലത്? കാരണം ആ രീതിയിലുള്ള ചീത്തപ്പേര് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുള്ളി ആർന്നു കഴിഞ്ഞു. വേണ്ടാന്ന്. എന്തുകൊണ്ടാ വേണ്ട പറയണേ? നല്ലോണം പോലെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോ ആകെ ചീത്തപ്പേര് കേട്ടില്ലേ? വേണ്ട. വേണ്ട. രാഹുൽ മാങ്കൂട്ടം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ. നിങ്ങളുടെ അഭിപ്രായം എന്താ? വേണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എന്താണ്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാം. നിങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടോ? അറിയില്ല. ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. ഇല്ല. അപ്പൊ മത്സരിക്കണോ വേണ്ടേ? അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ് അതൊക്കെ. മത്സരിക്കട്ടെ. എന്തുകൊണ്ടാ മത്സരിക്കട്ടെ പറയുന്നത്? അയാളിപ്പോ തെറ്റുകാരനൊന്നും അല്ലല്ലോ. മത്സരിക്കട്ടെ എന്ന് പറയണേ. ജനങ്ങളെടുക്കും, ഏറ്റെടുക്കും. ഏറ്റെടുക്കോ? എന്തുകൊണ്ടാ? ഇവിടെ തന്നെ UDF തന്നെ എത്ര പേര് ആണോ? മത്സരിക്കണ്ട. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അങ്ങനത്തെ ജനസേവനം ചെയ്യുന്നവര് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവില്ല. ശരിയാവും. മത്സരിക്കണ്ട. വേണ്ട. വേണ്ട. എന്തുകൊണ്ടാ വേണ്ട പറയണം? എല്ലാ കാര്യങ്ങളും അറിയാറില്ല എല്ലാവർക്കും. വേണ്ടെന്ന് പറയണം. വേണ്ട. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.